Good morning students, welcome back to English classroom. The Little Round Red House എന്ന് പറയുന്ന കഥയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 76ാമത്തെ പേജിൽ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കഥ എത്തി നിൽക്കുന്നത് ഈ വളരെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു വീട് കണ്ടെത്താനുള്ള നമ്മുടെ കുട്ടിയുടെ യാത്ര തുടർന്നു അല്ലേ. അതിനിടയിൽ അവന് പല വീടുകളും കണ്ടു, പക്ഷെ അമ്മ പറഞ്ഞതുപോലെയുള്ള ഒരു വീടായിരുന്നില്ല അതൊന്നും. അപ്പോൾ അങ്ങനെ ഒരു റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു വണ്ടി വന്ന് അതിൽ നിന്നും പോസ്റ്റ്മാനെ പുറത്തേക്ക് തലയിട്ട് ചോദിക്കുകയാണ്, നീ വഴി തെറ്റി നിൽക്കുകയാണ് കുട്ടി എന്ന്. ആ ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. അവിടെ നിന്നാണ് നമ്മൾ തുടരുന്നത്. Oh no, the little boy replied, I live at Ivy Rock Lane, Bridgewater, New Jersey. അപ്പോൾ നമ്മുടെ കുട്ടി പറഞ്ഞു, അല്ല, ഞാൻ വഴി തെറ്റി നിൽക്കുകയല്ല. എന്നിട്ട് അവൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് അവൻ നിൽക്കുന്നത്. ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലൈൻ, ബ്രിഡ്ജ് ന്യൂ ജേഴ്സി. ന്യൂ ജേഴ്സിയിലെ ബ്രിഡ്ജ് വാട്ടറിലെ ഇവി റോക്കിലാണ് നിൽക്കുന്നത് എന്ന് അവന് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ദാറ്റ്സ് റൈറ്റ്, അറൗണ്ട് ദ കോർണർ. അതെ, ഈ ഭാഗത്ത് തന്നെയാണ് അത്. ദ മെയിൽ കാരിയർ സെറ്റ്, നമ്മുടെ പോസ്റ്റ്മാന് പറഞ്ഞു. നോ, യു ആർ നോട്ട് ലോസ്റ്റ്. അപ്പോൾ നിനക്ക് വഴി തെറ്റിയതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് ആസ്ക്, ഡു യു നോ വേർ എവ്രി വൺ ലിവ്സ് അറൗണ്ട് ഹിയർ? നിങ്ങൾക്കറിയുമോ ഈ പ്രദേശത്തെ ആളുകളൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്ന്? ഐ എം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ഞാനൊരു പ്രത്യേകതരം വീട് അന്വേഷിച്ച് നടക്കുകയാണ്. ദ മെയിൽ കാരിയർ സെറ്റ് പ്രൗഡ്ലി. അപ്പോൾ നമ്മുടെ ഈ മെയിൽ കാരിയർ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ ഡു ലിറ്റിൽ ബോയ്. തീർച്ചയായിട്ടും എനിക്കറിയാം. ദാറ്റ്സ് മൈ ജോബ്. അതല്ലേ എൻ്റെ ജോലി. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? ഏത് വീടാണ് നിനക്ക് കണ്ടെത്താനുള്ളത്? ദ ലിറ്റിൽ ബോയ് സെഡ്, നമ്മുടെ കുട്ടി പറഞ്ഞു, മൈ മദർ സെൻഡ് മീ ടു ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് ഒരു വൃത്താകൃതിയിലുള്ള ചുവന്ന ചെറിയ വീട്. അതിനാണെങ്കിലോ വാതിലുകളോ ജനലുകളോ ഇല്ല. അതിൻ്റെ മധ്യത്തിലൊരു നക്ഷത്രമുണ്ട്, ഒരു ചിമ്മിനി അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീട് കണ്ടെത്താനാണ് എൻ്റെ അമ്മ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. അതിനുള്ള തെരച്ചിലാണ് ഞാൻ. ലിറ്റിൽ ബോയ്, ദ മെയിൽ കാരിയർ സെഡ്. ചെറിയ കുട്ടി ഈ മെയിൽ കാരിയർ പറയാണ്, I have been to every house in town, but I have never seen a house like that before. ഞാൻ ഈ ടൗണിലുള്ള എല്ലാ വീടുകളിലും ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെയുള്ള ഒരു വീട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. Are you sure your mother isn't pulling your leg? നിനക്ക് ഉറപ്പുണ്ടോ നിന്റെ അമ്മ നിന്നെ പറ്റിക്കുകയില്ലല്ലോ? Pulling your leg എന്ന് പറഞ്ഞാൽ പറ്റിക്കുക എന്നൊക്കെ അർത്ഥം കേട്ടോ. Oh no, the little boy answered. ഒരിക്കലുമില്ല, ആ കുട്ടി തിരിച്ചു പറഞ്ഞു. My mother wouldn't tease me. എൻ്റെ അമ്മ എന്നെ പരിഹസിക്കുകയില്ല. She said she found the same house when she was just my age. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് എൻ്റെ ഈ പ്രായത്തിലായിരുന്നപ്പോൾ അവർ ഇതേപോലെയുള്ള വീട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. സോ ഐ നോ ഇറ്റ് ഈസ് റിയൽ. അപ്പോൾ എനിക്കറിയാം ഇത് ശരിക്കുമുള്ള വീട് തന്നെയാണ് എന്ന്. ദ മെയിൽ കാരിയർ ഷുക്ക് ഹിസ് ഹെഡ് സോറോഫുള്ളി. നമ്മുടെ മെയിൽ കാരിയർ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയിട്ട് തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, സോറി, ഐ കാൺ ഹെൽപ്പ് യു. ക്ഷമിക്കണം, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല മൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരാ. I have got to be getting on my way. എനിക്ക് എൻ്റെ ജോലിക്കുള്ള സമയമായിട്ടുണ്ട്. ഇറ്റ് ഈസ് ടൈം ടു ഡെലിവർ ദ മെയിൽ. ഇപ്പോൾ കത്ത് എത്തിക്കാനുള്ള സമയമാണ്. വേവിങ് ഗുഡ് ബൈ പറഞ്ഞത് കൈവീശിക്കൊണ്ട് ഹി ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്സ്. അദ്ദേഹം റോഡിലൂടെ വണ്ടി ഓടിച്ചു പോയി. ദ ലിറ്റിൽ ബോയ് ട്രോംബ്ഡ് അറൗണ്ട് ദ നെക്സ്റ്റ് കോർണർ. നമ്മുടെ കുട്ടി അവിടുത്തെ കോർണറിലേക്ക് അവൻ നടത്തം ആരംഭിച്ചു. ആൻഡ് ഡോൺ ദ ബ്ലോക്ക്. അങ്ങനെ അടുത്ത ബ്ലോക്കിലേക്ക് പോയി. എവറി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. സം were red, some had chimneys, but not one of them was a little round red house with no windows and no doors, a chimney on top and a star in the middle. Every house had windows and doors. എല്ലാ വീടുകൾക്കും ജനലുകളും വാതിലുകളുമുണ്ട്.
സം were red, ചിലത് ചുവന്നതായിരുന്നു. സം ഹാഡ് ചിമ്മിനീസ്, ചില വീടുകൾക്ക് പുകക്കോയിലുകൾ ഉണ്ടായിരുന്നു. ബട്ട് നോ വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. പക്ഷേ അവയിലൊന്നും തന്നെ ആയിരുന്നില്ല എങ്ങനെയുള്ളത്, ചെറിയ ചുവന്ന വീടായിരുന്നില്ല. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്, ജനലുകളോ വാതിലുകളോ ഇല്ലാത്ത. ആൻഡ് ചിമ്മിനി ഓൺ ടോപ്പ്, ചിമ്മിനി മുകളിൽ ചിമ്മിനിയുള്ള. ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ആ വീടിൻ്റെ മധ്യത്തിൽ ഒരു നക്ഷത്രമുള്ള വീടുകൾ ആയിരുന്നില്ല അതൊന്നും. ഹി സ്റ്റോപ്ഡ് അഗെയിൻ ടു തിങ്ക്, അവന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അവിടെ നിന്നു. ആൻഡ് ലുക്ക്ഡ് അപ്പ് ടു സീ എ പോലീസ് കാർ ക്രൂസിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. അപ്പോഴാണ് ആ തെരുവിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു പോലീസ് വാഹനം അതിങ്ങനെ പതുക്കെ വരുന്നത് കണ്ടത്. ഇറ്റ് പുൾഡ് അപ്പ് അലോങ് സൈഡ് ഹിം, അത് അവൻ്റെ അരികെ വന്നിട്ട് നിന്നു. ആൻഡ് എ പോലീസ് ഓഫീസർ പോക്കഡ് ഹെർ ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ, അതിൽ നിന്നൊരു പോലീസ് ഓഫീസർ, ഒരു സ്ത്രീ, അവര് തലയിട്ടു. ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്, ചെറിയ കുട്ടി നീ വഴി പിഴച്ചു നിൽക്കുകയാണോ? ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, അല്ല, കുട്ടി മറുപടി പറഞ്ഞു. ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലൈൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂജേഴ്സി. ഞാൻ ന്യൂജേഴ്സിയിലുള്ള ബ്രിഡ്ജ് വാട്ടറിലുള്ള ഇവി റോക്ക് ലൈനിലാണ് താമസിക്കുന്നത്. ദാറ്റ്സ് റൈറ്റ് അറൗണ്ട് ദ ബ്ലോക്ക്. അത് ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ, അതിവിടെ ഈ ബ്ലോക്കിൽ തന്നെയാണ്. ദ പോലീസ് ഓഫീസർ സെഡ്, നമ്മുടെ പോലീസ് ഓഫീസർ പറഞ്ഞു, നോ യു ആർ നോട്ട് ലോസ്റ്റ്, നീ വഴി പിഴച്ചവനല്ല. The little boy asked, do you know where everyone lives around here? ഈ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? I am looking for a special house. ഞാനൊരു പ്രത്യേകതരം വീട് അന്വേഷിച്ച് നടക്കുകയാണ്. I asked the mail carrier. ഞാൻ മെയിൽ കാരിയറിനോട് ചോദിച്ചു. And he didn't know where it was. പക്ഷെ അദ്ദേഹത്തിന് അത് എവിടെയാണെന്ന് അറിയില്ല. The officer said, പോലീസ് ഓഫീസർ പറയുകയാണത്, ലിറ്റിൽ ബോയ്, ചെറിയ കുട്ടി, ഐ നോ ദിസ് നൈബർഹുഡ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ്. എൻ്റെ കൈയിൻ്റെ പുറകുവശം എനിക്കറിയുന്നത് പോലെയാണ് ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം. ഐ ഡ്രൈവ് അപ്പ് ദീസ് സ്ട്രീറ്റ്സ് ആൻഡ് ഡൗൺ ദീസ് സ്ട്രീറ്റ്സ് എവറി ഡേ. ഞാൻ ഈ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നവനാണ്. മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫ് അറൗണ്ട് ഹിയർ. ഈ ഭാഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും സേഫ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? ഏത് വീടാണ് നിനക്ക് കണ്ടെത്താനുള്ളത്? The little boy said, നമ്മുടെ കുട്ടി പറഞ്ഞു, my mother sent me to find a little round red house with no windows and no doors, a chimney on top and a star in the middle. എൻ്റെ അമ്മ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് ഒരു ചെറിയ ചുവന്ന വീട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വാതിലുകളോ ജനലുകളോ ഇല്ല. അതിന് മുകളിൽ ഒരു ചിമ്മിനിയുണ്ട്, അതിൻ്റെ നടുക്ക് ഒരു നക്ഷത്രവുമുണ്ട്. ലിറ്റിൽ ബോയ്, ദ ഓഫീസർ സെഡ്, അപ്പോൾ ഈ പോലീസ് ഓഫീസർ പറയാണ്, have been past every house in this town. ഞാൻ ഈ ടൗണിലുള്ള എല്ലാ വീടുകളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. പക്ഷെ ഇതുപോലെയുള്ളൊരു വീട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആർ യു ഷുവർ ദാറ്റ്സ് വാട്ട് യുവർ മദർ സെഡ്? നിനക്ക് ഉറപ്പുണ്ടോ ഇത് തന്നെയാണ് അമ്മ പറഞ്ഞതെന്ന്? നിനക്ക് ഉറപ്പുണ്ടോ? ഓ യെസ്, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. ശരിയാണ്, ഇത് തന്നെയാണ് എൻ്റെ അമ്മ പറഞ്ഞത്, നമ്മുടെ കുട്ടി മറുപടി പറഞ്ഞു. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്. എൻ്റെ അമ്മ എൻ്റെ ഈ പ്രായത്തിലായിരുന്നപ്പോൾ ഇതുപോലെയുള്ളൊരു വീട് അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ ഐ നോ ഇറ്റ്സ് റിയൽ. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കുമുള്ള വീടാണെന്ന് എനിക്കറിയാം. The police officer said, sorry, I can't help you. നമ്മുടെ പോലീസ് ഓഫീസർ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല ബഡ്ഡി, സുഹൃത്തെ. ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റിംഗ് ബാക്ക് ടു മൈ സ്ട്രീറ്റ് പെട്രോൾ. എനിക്ക് സ്ട്രീറ്റ് പെട്രോളിന് വേണ്ടിയിട്ട് തിരിച്ചു പോകേണ്ടതുണ്ട്. വേവിങ് ഗുഡ് ബൈ, ഷീ ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്. കൈവീശി കാണിച്ചുകൊണ്ട് അവർ റോഡിലൂടെ കാർ ഓടിച്ചു പോയി. The little boy was getting discouraged. His mother said he wouldn't even need to cross the street.
ദ ലിറ്റിൽ ബോയ് വാസ് ഗെറ്റിംഗ് ഡിസ്കറേജ്ഡ്. അതായത് നമ്മുടെ ചെറിയ കുട്ടിക്ക് വളരെ ആത്മധൈര്യം, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെയായി. ഹിസ് മദർ സെഡ്, അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഹി വുഡൻറ്റ് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് ക്രോസ് ചെയ്യേണ്ട, ഈ തെരുവ് ക്രോസ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല, അതിന് മുമ്പ് തന്നെ നിനക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞതാണല്ലോ. ബട്ട് നോ മാറ്റർ ഹൗ ഹാർഡ് ഹീ ലുക്ക്ഡ്, അവന് എത്ര നന്നായി പരിശ്രമിച്ചിട്ടും ഹി കുഡ് നോട്ട് ഫൈൻഡ് ദ ഹൗസ് ഹി വാസ് ലുക്കിംഗ് ഫോർ, അവൻ അന്വേഷിച്ചിരുന്ന ആ വീട് കണ്ടെത്താൻ അവൻക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയായത്. ദർ വാസ് ജസ്റ്റ് വൺ മോർ ഹൗസ് ടു ചെക്ക്, ഇവിടെ ഇനി ഒരു വീട് കൂടെ ചെക്ക് ചെയ്യാനുള്ളൂ, അന്വേഷിക്കാനുള്ളൂ. ആൻഡ് ദാറ്റ് വാസ് മിസ്റ്റർ ഫെഡ്സർ ഹൗസ്, അതാണെങ്കിലോ മിസ്റ്റർ ഫെഡ്സറുടെ വീടാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക്, ഈ ബ്ലോക്കിലെ അവസാനത്തെ വീട്. മിസ്റ്റർ ഫെഡ്സർ ഹാഡ് ലിവ്ഡ് ഇൻ ദ നെയ്ബർഹുഡ് ലോങ്ങർ ദാൻ എനിവൺ, മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് മിസ്റ്റർ ഫെഡ്സർ ആണ്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അഗോ, വർഷങ്ങൾക്ക് മുമ്പ് ദർ വർ മെനി ഫാംസ് ഇൻ ബ്രിഡ്ജ് വാട്ടർ, ഈ ബ്രിഡ്ജ് വാട്ടർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കുറേ വയലുകളുണ്ടായിരുന്നു, കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു. ബട്ട് വൺ ബൈ വൺ, പക്ഷേ ഓരോന്നോരോന്നായി ദ ലാൻഡ് ഹാഡ് ബീൻ സോൾഡ്, നിലങ്ങളൊക്കെ അത് വിൽക്കപ്പെട്ടു. And houses were built where there had once been field of JC tomatoes and white corns. ചോളവും ബാർലിയും പിന്നെ JC ടൊമാറ്റോസ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇവകളൊക്കെ ഉണ്ടായിരുന്ന ആ ഭൂമിയിൽ വീടുകൾ നിർമ്മിക്കപ്പെട്ടു. മിസ്റ്റർ ഫെഡ്സേഴ്സ് ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നെയ്ബർഹുഡ്, ആ പ്രദേശത്ത് ഇനി അവശേഷിക്കുന്നത് മിസ്റ്റർ ഫെഡ്സറുടെ ഫാം മാത്രമാണ്. ഹി റാൻ എ സ്മാൾ ഫാം സ്റ്റാൻഡ് ആൻഡ് സോൾഡ് ദ ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, അദ്ദേഹം ഒരു ചെറിയ ഒരു ഷോപ്പ് അദ്ദേഹത്തിനുണ്ട്, അതിലൂടെ അദ്ദേഹം ഫ്രഷ് ഫ്രൂട്ട്സ്, നല്ല ഫ്രൂട്ട്സുകളും പിന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികളുമൊക്കെ വിൽക്കുന്നുണ്ട്. ഹി ഗ്രൂ ഇൻ ഹിസ് ഗാർഡൻസ് ആൻഡ് ഓർച്ചാർഡ്സ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കായ്ക്കനി തോട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഗാർഡനുകളിലും അദ്ദേഹം വളർത്തുന്ന വെജിറ്റബിൾസും പഴവർഗ്ഗങ്ങളുമാണ് അദ്ദേഹം അവിടെ ആ ചെറിയ ഷോപ്പിൽ വിൽക്കുന്നത്. ഇഫ് എനിവൺ നോസ് വേർ ദാറ്റ് ഹൗസ് ഈസ്, എവിടെയാണ് ഞാൻ അന്വേഷിക്കുന്ന വീട് എന്ന് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ, ഹീ ഷുഡ്, നമ്മുടെ മിസ്റ്റർ ഫെഡ്സറിന് മാത്രമേ അത് അറിയുകയുള്ളൂ. ദ ലിറ്റിൽ ബോയ് റീസൺഡ്, നമ്മുടെ ചെറിയ കുട്ടി, ഈ കുട്ടി ഊഹിച്ചു. സോ അപ്പ് ഹി ട്രഡ്ജ് ടു മിസ്റ്റർ ഫെഡ്സേഴ്സ് ബാൺ, അങ്ങനെ അവന് നമ്മുടെ മിസ്റ്റർ ഫെഡ്സറുടെ ധാന്യപ്പുരയിലേക്ക് നടന്നുപോയി. ആൻഡ് പീഡ് ഇൻസൈഡ്, എന്നിട്ട് അവന് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കി. ഇന്ന് നമുക്ക് ഇനി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. 7ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ മെയിൽ കാരിയർ ആസ്ക് ദ ബോയ് ആർ യു ലോസ്റ്റ്, എന്തുകൊണ്ടാണ് കുട്ടി നീ വഴി പിഴച്ചു നിൽക്കുകയാണോ എന്ന് മെയിൽ കാരിയർ നമ്മുടെ കുട്ടിയോട് ചോദിച്ചത്. 8ാമത്തെ ചോദ്യം, കുഡ് ദ മെയിൽ കാരിയർ ഹെൽപ്പ് ദ ബോയ്, നമ്മുടെ ഈ മെയിൽ കാരിയറിന് നമ്മുടെ കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈ, എന്തുകൊണ്ട്. 9ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ പോലീസ് ഓഫീസർ ടെൽ ദ ബോയ് അബൌട്ട് ദ ഹൗസ്, എന്താണ് ഈ പോലീസ് ഓഫീസർ ആ വീടിനെ കുറിച്ചിട്ട് പറഞ്ഞത്. 10ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ലിറ്റിൽ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചെറിയ കുട്ടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനെ പോലെയായത്. 11ാമത്തെ ചോദ്യം, വൂ ഈസ് മിസ്റ്റർ ഫെഡ്സർ, ആരാണ് മിസ്റ്റർ ഫെഡ്സർ. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതി സാറിന് പേഴ്സണലായിട്ട് അയക്കുക. എല്ലാവർക്കും പാഠം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.